മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. മതി. നമ്മളൊരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു വലിയൊരു സീസണിലോട്ട് നമ്മൾ കയറിയിരിക്കുക. ഇത്ര നാൾ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ പല ആൾക്കാരും നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനി കാണാൻ വേണ്ടി പോവാണ്. ഈ ഒരു വാക്യത്തെക്കുറിച്ച് ദൈവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് റെവലേഷൻ തന്നു. ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ സമയങ്ങളിൽ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ അതിനെക്കുറിച്ച് ആൾക്കാരോട് പറയുന്നതും പ്രസംഗിക്കുന്നതല്ല ഈ ഒരു വാക്യത്തിൽ നിന്നാണ്. നമുക്കറിയാം, യേശു എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. യേശു വേറെ ഏത് വലിയ പാസ്റ്റർ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഏത് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് പറഞ്ഞോട്ടെ, യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. അപ്പോൾ യേശു ഈ വാക്യത്തിനകത്ത് പറഞ്ഞ കാര്യം, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൽ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറക്കും. പക്ഷെ ഞാൻ ആദ്യത്തെ ആ വാക്യം മാത്രം പറയുവാണേ, യാചിപ്പിൻ എന്ന് ഞാൻ മാറ്റിയിട്ട് ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ ടു യു. ആദ്യത്തെ ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള വാഗ്ദത്തം, നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും ചോദിച്ച് കാണും, പക്ഷെ പലതും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ റിയാലിറ്റിയിൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഇന്ന് നമ്മൾ ഈ ഒരു വാക്യത്തിലോട്ട് കിടക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തെ ദൈവം നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഞാൻ ഈ മെസ്സേജിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ അതിന് വിശ്വസിക്കുന്ന ഇതിനകത്തൊരു മാനിഫെസ്റ്റേഷനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അതിന് യാതൊരു മാറ്റവുമില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും, എത്ര തലമുറകൾ കഴിഞ്ഞാലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് യാതൊരു മാറ്റമില്ല. ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളോട് നിങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ചില പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വചനം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കാം. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുവാണ്, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി സമയമായി കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ സമയത്തിലേക്ക് വിശ്വസിക്കുന്ന സകല വ്യക്തികളും കടക്കാൻ വേണ്ടി പോവാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ്, ഇപ്പം ദൈവം പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കണം. നമുക്കറിയാം, നിങ്ങൾ ചോദിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്നതെല്ലാം ബേസിക്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ഞാൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചോദിക്കേണ്ട രീതി 2 രീതി ചോദിക്കാം. ഒന്നെങ്കിൽ ഒരു അപ്പനോട് മക്കൾ ചോദിക്കുന്ന പോലെ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു യജമാനനോട് തൻ്റെ സെർവൻ്റ് ചോദിക്കുന്ന പോലെ ചോദിക്കാം. ഏത് രീതി ചോദിക്കണമെന്ന് നിങ്ങളുടെ റെവലേഷൻ അനുസരിച്ചിരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം നമ്മുടെ പിതാവാണ്. നമുക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇതാണ് സത്യം. നമ്മൾ ഇങ്ങോട്ട് വന്നോണ്ടിരുന്ന സമയത്ത് ഷോൺ ബ്രദറുമായിട്ട് സംസാരിച്ച് പറയുമായിരുന്നു, ഇപ്പോഴത്തെ നിയമങ്ങളെല്ലാം എന്താ പറയുന്നത്, ഇപ്പോഴത്തെ ഒമാനിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല. പലരുടെയും ജോലി പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഈ രാജ്യത്തോട്ട് ദൈവം നിങ്ങളെ അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ആ ദൈവത്തിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ദൈവത്തിന് നിങ്ങളെ ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ നിയമങ്ങളെ ദൈവത്തിന് മാറ്റാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ നിൽക്കുന്നത് പുത്രൻ എന്ന പദവിക്കകത്ത. ഞാൻ പുത്രനാണെന്ന് എനിക്ക് റിയലി റെവലേഷൻ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ എവിടെ ചെന്നാലും എന്ത് സാഹചര്യമായിക്കോളും മരുഭൂമിയിലും നമ്മൾക്ക് വേണ്ടി ഉറവുകൾ തുറന്നു വരും. അപ്പോൾ ആദ്യം ദൈവം പറഞ്ഞ കാര്യം, നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും, അത് നമ്മുടെ വാഗ്ദത്തമാണ്. രണ്ടാമത്തെ ഒരു വാക്യം, മത്തായി 21:22. മത്തായി 21:22. നിങ്ങൾ വിശ്വസിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിയേ, ആദ്യം പറഞ്ഞു നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. രണ്ടാമത്തെ കാര്യം ദൈവം പറഞ്ഞിരിക്കുകയാണേ,
നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് കിട്ടും. 2 കാര്യം, നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്ന എപ്പോഴാണ്? നിങ്ങളുടെ പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥനയിൽ നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞ കാര്യം, ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, ഞങ്ങളെല്ലാം. അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾക്ക് ചോദിക്കാം. അത് സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലാണ്. കണ്ടീഷൻ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പല ആൾക്കാർക്കും നമ്മൾ പറയും നമുക്ക് വിശ്വാസമുണ്ടെന്ന്, പക്ഷെ പലപ്പോഴും നമുക്ക് വിശ്വാസത്തിൻ്റെതായിട്ടുള്ള എഫക്റ്റുകൾ കാണാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് കാണത്തില്ല. കാര്യം, നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ, ഞാനൊരു ഉദാഹരണം പറയുക. വലിയ സാമ്പത്തിക പ്രശ്നം നിൽക്കുക, നിങ്ങൾക്കൊരു വചനം കിട്ടി, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ആ വചനത്തെ പറയുക, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു പറയുന്ന സമയത്തും നമ്മൾ അപ്പുറത്ത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യും. നമുക്ക് ഒരു പ്രാവശ്യം ദൈവം പറയുകയാണ് നിങ്ങൾക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ പറയുമ്പോഴും നിങ്ങൾ അതിൻ്റെ മെഡിക്കേഷൻസിന് വേണ്ടി ചെക്ക് ചെയ്യും. ഇത് നമ്മുടെ നോർമൽ ഹ്യൂമൻ നേച്ചറാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, കണ്ടീഷൻ പറയാം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും കിട്ടും. നമ്മൾ വിചാരിക്കുന്ന കാര്യം, നമുക്ക് മാത്രം, എനിക്ക് കുറച്ച് ചെറിയ വിശ്വാസം, മറ്റേ ആൾക്കാർക്ക് കുറച്ച് വലിയ വിശ്വാസം, ഇതൊക്കെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ചിന്ത. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവ് സെയിമാണ്. ഞാൻ ഒരു പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള ആ ഒരു വാക്യത്തിലൂടെ ഞാൻ ദ മെഷർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഉള്ളിൽ ഏറ്റവും ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ദൈവം തന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുക. എൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസമുണ്ടെങ്കിൽ, നോക്കി, യേശുവിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ലാസറിനെ ഉയർപ്പിക്കാൻ യേശുവിന് പറ്റി. എന്താ പറഞ്ഞത്? വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ വേണ്ടി യേശുവിന് പറ്റി. യേശു ചെയ്തതെല്ലാം സൂപ്പർ നാച്ചുറലാണ്. അങ്ങനെയാണെങ്കിൽ അതേ വിശ്വാസം ഉള്ള നമ്മുടെ ഉള്ളിൽ നിന്നും സൂപ്പർ നാച്ചുറൽ പുറത്ത് വന്നിരിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന അത്ഭുതം കാണുമ്പോൾ നമ്മളെല്ലാം പറയും അയ്യോ ഭയങ്കര അത്ഭുതം. ഞാൻ പറയുന്ന കാര്യം, അത്ഭുതം നടന്നില്ലെങ്കിൽ അത്ഭുതപ്പെടണം. കാരണം നിങ്ങൾ റിയലി സൂപ്പർ നാച്ചുറൽ റിലത്തിലാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെ ചെന്നാലും അത്ഭുതം കണ്ടിരിക്കണം. ഞാൻ ആലോചിച്ചിട്ട് ആദ്യ സമയങ്ങളിലൊക്കെ ഈ പല വലിയ വലിയ ദേവദാസന്മാരെ പ്രസംഗിക്കുന്നപ്പോൾ അവരുടെ ഒരു അത്ഭുതങ്ങളെക്കുറിച്ച് പറയും. അപ്പം ഞാൻ ആലോചിച്ചു, കർത്താവ്, ഞാൻ എങ്ങനെ എപ്പോഴെങ്കിലും പ്രസംഗിക്കാൻ പോയ ഈ അത്ഭുതങ്ങളൊക്കെ എവിടുന്ന് പറയും? കാര്യം ഒരു അത്ഭുതം പോലും ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിലോട്ട് വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്നെ പറഞ്ഞ എവിടെ തൊട്ടാലും അത്ഭുതം. മേ ബി ഒരു ദിവസം അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതും. കാരണം ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കാരണം ഇത് വരുന്നത് എൻ്റെ ഉള്ളിലെ യേശുവിൻ്റെ വിശ്വാസം നിമിത്തം. എൻ്റെ വിശ്വാസമല്ല, അത് യേശുവിൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും? ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ റെവലേഷൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ നാച്ചുറൽ കാണും. നിങ്ങൾ സൂപ്പർ നാച്ചുറൽ വെള്ളത്തിലോട്ട് ഓൾറെഡി കയറി കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് സത്യം. വിജേഷ് ബ്രദറെ, നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ നോക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ റാങ്ക് താഴെ പോകത്തില്ല, നിങ്ങളുടെ റാങ്ക് ഉയർന്നു വരും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾക്ക് ഒമാനിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു ഫേവർ വെളിപ്പെടുക. ഇപ്പോഴത്തെ നിയമം, ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് മേ ബി പ്രതികൂലമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പ്ലാറ്റ്ഫോമിനെ ഒരുക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ലതിമാറ ശിഖോ രഥറഖു ലഹരഥന ശിഖോ റഹന്ധനമോ ലഹരധിമാറ ശിഖോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ചില കമ്പനികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ കാണുക. ഒന്നിലധികം കമ്പനികൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ കാണുക. ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുന്ന അവിടെ ഒരു പൊസിഷൻ നിങ്ങൾക്കുണ്ട്. അവിടെ ഒരു പൊസിഷൻ നിങ്ങൾക്കുണ്ട്. ഞാൻ ഈ പറയുന്ന ഹ്യൂമൻലി ഇമ്പോസിബിളാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പക്ഷെ ദൈവം നിങ്ങളെ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം ഉണരണം. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം ഉണരണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവെ, ഞാൻ അതിനെ റിലീസ് ചെയ്യുന്നു. ഈ സമയത്ത് വിജേഷ് ബ്രദറിന് വേണ്ടി ഞാനതിനെ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ വിശ്വസിക്കുക. ഞാനിത് പറയുന്ന സമയത്ത്
ഞാൻ എന്തു പറയുന്നു അതിവിടെ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുന്ന എങ്ങനെയാ? 2-3 സ്തോത്രം പറഞ്ഞ് നിങ്ങളെ കൊണ്ടൊന്ന് കൈയൊക്കെ അടുപ്പിക്കുവാണെങ്കിൽ നമുക്ക് തോന്നും എന്തോ ഒരു സംഭവം ചലിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പറയുന്ന സമയത്ത് തന്നെ സ്പിരിച്വൽ തലത്തിൽ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുക. ഞാനിത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ സംഭവിച്ചു. സ്പിരിച്വൽ തലത്തിൽ സംഭവിച്ച കാര്യം, നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റേഷനെ ദൈവം ഈ സമയത്ത് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. ഇതിപ്പോൾ സംഭവിച്ച കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ ഫ്രീഡത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. ഈ സമയത്താണ് ഞാൻ ഫ്രീഡത്തെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം, നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസം. അടുത്ത വാക്യം യോഹന്നാൻ 14:13. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. പിന്നെ ഞാൻ പറയാം, ഈ നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൂടെ ഒരു ചിന്ത തോന്നും, ഇതെല്ലാം ഞങ്ങൾ കേട്ടിട്ടുള്ള സിമ്പിൾ വാക്യങ്ങളല്ലേ. പക്ഷെ നോക്കിക്കോണേ, പിതാവ് നിങ്ങൾ എന്ത് ചോദിച്ചാലും അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ രോഗിക്ക് ആ സമയത്ത് തന്നെ ഹീലിംഗ് സംഭവിച്ചു. അപ്പം നിങ്ങൾ പറയും മഹത്വം ദൈവത്തിനുള്ളതാണ്. കാര്യം നിങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു. നിങ്ങളൊരു ബന്ധനത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി, മേ ബി ഒരു ഡെമോണിക് ഫോഴ്സിനെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കി, ആ സമയത്തും പിതാവ് മഹത്വപ്പെടുക. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങൾ എന്ത് യാചിച്ചാലും അത് തരുന്ന സമയത്തും പിതാവ് മഹത്വപ്പെടുക. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് തരാൻ വേണ്ടി ദൈവം റെഡിയാണ്. അതിൽ യേശുക്രിസ്തുവിൽ കൂടെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്ന. ആ സമയത്ത് ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം, അവിടെ ഒരു ഡോറിനെ ദൈവം കാണിക്കുക. നിങ്ങൾ എന്ത് ചോദിക്കുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടും. ഞാൻ പറഞ്ഞ കാര്യം, ഈ സമയത്ത് നിങ്ങൾ പറയും എല്ലാ ഡോറും ക്ലോസ് ആണ്, നോ, ഒരു പോസിബിലിറ്റി ഇല്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ഡോറ് കിടപ്പുണ്ട്. എവിടെ ചെന്നാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ഡോറ് കിടപ്പുണ്ട്. ഞാൻ ഈ സമയത്ത് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്ന ഒരു വാക്യം പറയുകയാണെ. അപ്പോസ്തലന്മാരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി, അവരുടെ മേൽ ചങ്ങല ഉണ്ടായിരുന്നു. പക്ഷേ ദൂതനിറങ്ങി അവരെ വിടുവിച്ചു. അവിടെ പറഞ്ഞ കാര്യം, ചങ്ങല അവരുടെ കയ്യിൽ നിന്ന് താഴെ പോയി. അതായത് ഒരാൾ വന്നിട്ട് ലോക്ക് അഴിച്ചിട്ട് എടുക്കുവല്ല. ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പം എൻ്റെ കയ്യിലൊരു വാച്ച് കിടപ്പുണ്ട്, ഞാനിത് അഴിക്കാതെ ഇത് താഴെ പോകത്തില്ല. സംഭവിച്ച കാര്യം, അവരുടെ കയ്യിൽ നിന്ന് ഈ ചങ്ങല ഡയറക്റ്റായിട്ട് താഴെ പോയി, അഴിഞ്ഞിട്ടില്ല. അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു, ലോക്ക് തുറന്നിട്ടല്ല. പിറ്റേ ദിവസം ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ കാരാഗ്രഹം അതുപോലെ അടഞ്ഞിട, അതായത് വാതിൽ അവിടെ തുറന്നിട്ടില്ല. ഞാൻ ആ വാക്യം എടുക്കുന്നില്ല, കാര്യം എനിക്ക് ദൈവം ഇപ്പം തന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യം, അവരെങ്ങനെ പുറത്തിറങ്ങി? അവർക്ക് വേണ്ടി യേശു എന്ന വാതിൽ അവിടെയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങൾ വെക്കണം, എനിക്ക് വേണ്ടി ഒരു വാതിൽ അവിടെ ഓൾറെഡി ഓപ്പൺ ആണ്. അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിനകത്തുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വാതിൽ ഓൾറെഡി ഓപ്പൺ ആയിട്ട് കിടക്കുക. ഞാനിത് പറയുന്ന സമയത്ത് എനിക്കറിയാം, ചില ആൾക്കാരോട് ഞാൻ പലതവണ പ്രവചനം പറഞ്ഞ ഒരു ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ കയറിയിട്ടില്ല. റീസൺ, നിങ്ങളത് വിശ്വസിച്ചിട്ടില്ല. ചില ആൾക്കാരുടെ പ്രവചനം പറയുമ്പോൾ പെട്ടെന്ന് നടക്കും. ചില ആൾക്കാരുടെ പ്രവചനം പറഞ്ഞിട്ട് നടക്കാത്തതല്ല, അവർ ഫെയ്ത്ത് തലത്തിൽ അവിടെ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു സാഹചര്യമില്ല, ഒരു പോസിബിലിറ്റി ഇല്ല, പക്ഷെ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു സാധ്യതയില്ല. പക്ഷെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സാധ്യത. ഇമ്പോസിബിൾ സിറ്റുവേഷനാണ്, അവിടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു തരുവാണെങ്കിലും, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും പിതാവിനോട് അത് തരുന്ന സമയത്ത് ആ നാമം അവിടെ മഹത്വപ്പെടുന്നുണ്ട്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. യേശുവിൻ്റെ നാമത്തിൽ 1 യോഹന്നാൻ 5:14. 1 യോഹന്നാൻ 5:14.
അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. ഈ നോക്കിയാൽ ആദ്യം പറഞ്ഞു നമ്മൾ ചോദിക്കണം, രണ്ടാമത് പറഞ്ഞു നമ്മൾ എന്ത് ചോദിക്കുവാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ ഒരു വിശ്വാസം എന്നൊരു എലമെൻറ്റും കൂടെ വേണം. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് കർത്താവ് നമുക്ക് വേണ്ടി തരുവാണെങ്കിലും ദൈവത്തിൻ്റെ നാമം അവിടെ മഹത്വപ്പെടുന്നുണ്ട്. ഇവിടെ പക്ഷെ കണ്ടീഷൻ പറയുക, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. Now this is the confidence that we have in him, that if we ask anything according to his will, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ചോദിക്കണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, പണ്ടൊക്കെ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വളരെ മോശമായ കാര്യം, നമ്മുടെ പ്ലാനാണ് ഏറ്റവും ബെസ്റ്റ്, ദൈവത്തിൻ്റെ പ്ലാൻ അത്ര നമ്മുടെ ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷെ റിയാലിറ്റിയിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാനാണ് ഏറ്റവും പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ പ്ലാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റത്തില്ല. യോസഫിനെ ദൈവം ഒരു എന്താ പറയുന്നത്, ഒരു സ്വപ്നം കാണിച്ചു. യോസഫ് കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ, കറ്റകൾ എഴുന്നേറ്റ് നിന്ന് തൻ്റെ കറ്റയെ വണങ്ങുന്നു. വേറൊരു ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ, എല്ലാ സൂര്യനും ചന്ദ്രനും എല്ലാ നക്ഷത്രങ്ങളും കൂടെ വണങ്ങുന്നു. യോസഫിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ, അപ്പനും അമ്മയും സഹോദരങ്ങളും നിങ്ങളെ വണങ്ങും. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെയല്ലായിരുന്നു. ഒരു സീസൺ കഴിഞ്ഞപ്പോൾ ഒരു രാജ്യം മൊത്തം വണങ്ങുന്ന ഒരു സമയം വന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ പ്ലാൻ നിങ്ങളുടെ ബുദ്ധിയല്ല, അതിൻ്റെ മുകളിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പം കിട്ടുന്ന 600 റിയാൽ അല്ലെങ്കിൽ 1000 റിയാലിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഞാനിത് പറയുമ്പോൾ ദർ ഈസ് നോ ചാൻസ്, പക്ഷെ ഇത് സംഭവിക്കും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ രാജ്യങ്ങൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ ദൈവം അവരുടെ മേലേക്ക് ഫിനാൻസിനെ തരും. ഇന്നലെ സംഭവിച്ച ഒരു കാര്യം പറയാം. ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞ് ദൈവം എനിക്ക് ഒരു റെവലേഷൻ തന്നു, ഫിനാൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ വരാൻ വേണ്ടി പോവുക. അപ്പോൾ എൻ്റെ ട്രാൻസ്ലേറ്റർ ഭയങ്കര ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ള ആളാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വരിക, ആരോ ഒരു നല്ലൊരു എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇട്ടിരിക്കുക. ഞാൻ പറയുന്ന കാര്യം പറയുന്ന സമയത്ത് നടക്കത്തില്ല, പക്ഷെ വിശ്വസിക്കുന്നവരുടെ പേരിൽ നടക്കും. ഞാനിത് വീണ്ടും പറയുവാണേ, രാജ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഫിനാൻസിനെ ദൈവം ഓപ്പൺ ആക്കും. യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ പറഞ്ഞ കാര്യം, തൻ്റെ ഹിതപ്രകാരം, തൻ്റെ അക്കോർഡിംഗ് ടു ഹിസ് വിൽ നിങ്ങൾ എന്താ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതം അറിയുന്നത്? ദൈവത്തിൻ്റെ ഹിതം അറിയാൻ വേണ്ടി നമുക്ക് എന്താണ്? ഞാൻ ആ ഒരു വാക്യത്തിലോട്ടും കൂടെ വരാം. ആ ഒരു വാക്യം യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നോക്കിയേ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കുന്ന എന്ത് കിട്ടണമെന്നുണ്ടെങ്കിലും വചനം നിങ്ങളുടെ ഉള്ളിൽ വേണം. വേറെ രീതി പറയുവാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള തൻ്റെ ഹിതം. ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങൾ മൂവ് ചെയ്താൽ നിങ്ങൾ ദൈവഹിതത്തിലാണ്. ചില ആൾക്കാർ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ചില സമയത്ത് ചില ഹീലിംഗ് കിട്ടത്തില്ല. അവർ പറയും, ഈ രോഗം ദൈവം തന്നതാണ്, ചില ശോധനകളിൽ കൂടിയൊക്കെ കൊണ്ടുപോയി എന്നെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ദൈവം തന്ന രോഗമാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? നിങ്ങളുടെ സൗഖ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു വചനത്തിനകത്ത് പറയുന്നുണ്ട്, പല ആൾക്കാരും ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ദൈവം നമുക്ക് തന്ന ചില പ്രത്യേകിച്ചും പാരമ്പര്യം ബന്ധുക്കോസുകാർ, എനിക്ക് അങ്ങനെ പറയുന്നതിന് വിഷമമുണ്ട്. പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കഷ്ടപ്പെട്ട് അവർ കസാര ഉണ്ടെങ്കിലും അവർ പായിട്ട് നിലത്തേ ഇരിക്കത്തുള്ളൂ. നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിലും അവർ വെള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടറെ കുറിച്ചല്ല പറയുന്നത്. ചില ആൾക്കാർ വെള്ള മാത്രമേ ഇടത്തുള്ളൂ. നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ, നല്ല സാരി, നല്ല എല്ലാം മാറ്റി വെച്ചിട്ട് പഴകിയ സംഭവം ഇട്ടുകൊണ്ട് നടക്കും. കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ റെവലേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ദൈവം നമ്മൾ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്ന, തൻ്റെ ദാരിദ്ര്യം നിമിത്തം
നിങ്ങൾക്ക് സമ്പത്ത് എന്ന് പറഞ്ഞാൽ യേശു നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായിട്ട് തീർന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത് നമ്മൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമ്പന്നതയിലേക്ക് വരാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ വചനം നോക്കുക. ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വിൽ, ദൈവത്തിൻ്റെ ഹിതം. അപ്പം ചുരുക്കം പറഞ്ഞാൽ, ഈ വചനത്തിനകത്ത് ഞാൻ മൂവ് ചെയ്യുവാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ചിന്തയിൽ ഞാൻ സംസാരിക്കുന്ന എപ്പോഴും വചനത്തെക്കുറിച്ചാണെങ്കിൽ കൺഫർമേഷനാണ്, ഞാൻ വചനത്തിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ കിട്ടിയിരിക്കും. ഞാൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നിങ്ങൾക്കത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? എനിക്ക് വന്ന് നമ്മൾ ലാസ്റ്റ് നമ്മുടെ യൂത്ത് മീറ്റിങ്ങിനകത്ത് ഒരു സജഷൻ പറഞ്ഞു, നമ്മുടെ യൂത്ത് എല്ലാവരും എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് ബൈബിൾ വായിക്കണം. കാരണം ഇതെൻ്റെ റെവലേഷനാണ്. എനിക്കറിയത്തില്ല ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ടോയെന്ന്. ഇതൊന്ന് ചെയ്ത് നോക്കിക്കുക. നിങ്ങൾ വചനത്തെ സ്നേഹിച്ചാൽ, ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ബ്ലസ്ഡ് ആകും. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എൻ്റെ ഹൃദയത്തിലൊന്ന് ആഗ്രഹിക്കുമ്പം എവിടുന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ടി റൈറ്റ് ടൈമിൽ ഡോർ ഓപ്പൺ ആകും. ഞാൻ ഈ പറയുന്ന എൻ്റെ അനുഭവമാണ്. ഞാനത് ഒരു ഇമാജിനേഷൻ പറയുമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രത്യേകമുള്ള നീഡ്ഫുൾ ആയിട്ടുള്ള സമയത്ത് ദൈവം എനിക്ക് വാതിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതും ഞാൻ ആഗ്രഹിക്കാത്ത, ഞാൻ പോലും കരുതാത്ത ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് തന്നിട്ട് ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇതുവരെ മേ ബി ആരും ഒമാന് ചെയ്ത് കാണത്തില്ല. പല രീതിയിലും വചനം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, അപേക്ഷിക്കുന്നത് കിട്ടിയിരിക്കും. അടുത്തൊരു വാക്യം യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മർക്കോസ് 11:24. മർക്കോസ് 11:24. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ, മർക്കോസ് 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും പറ്റുന്ന മേജർ ഒരു മിസ്റ്റേക്ക് ഇവിടെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടും. നമ്മളൊരു പ്രത്യേക ഒരു പ്രാർത്ഥനാ വിഷയം പറയും. ആദ്യം ഒരാൾ പ്രാർത്ഥിക്കും, നല്ല പവർഫുള്ളായിട്ട് വചനം എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും, ആമേൻ പറയും. അത് കഴിഞ്ഞ് അടുത്തയാൾ അതേ കാര്യം പ്രാർത്ഥിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം അവിശ്വാസം. ഒരു തവണ ഒരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മറുപടി വന്നു കഴിഞ്ഞു. ഇതാണ് വചനപ്രകാരം സത്യം. ഞാനിത് പ്രൂവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മറുപടി വന്നു. എൻ്റെ സൂം മീറ്റിങ്ങിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ഒരു സൂം മീറ്റിങ്ങിൽ ഒരു ലേഡി വന്നു. ഒരു 3 മാസമായിട്ട് അവരുടെ ഒരു കൈ പൊങ്ങത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ രാത്രിയിലും പകലും എല്ലാം അന്യഭാഷയിലും ഒക്കെ പ്രാർത്ഥിക്കുക, എനിക്കറിയത്തില്ല, എന്തോ ഒരു ഡെമോണിക് ഇൻഫ്ലുവൻസ് ആണ്, എൻ്റെ കൈ പൊങ്ങുന്നില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി സ്തോത്രം ചെയ്യണം. അങ്ങനെ അവരോട് പറഞ്ഞു. നോക്കിക്കണം, അവരുടെ കൈ പൊങ്ങത്തില്ല. അവർ വളരെ ശ്രമിച്ചാണ്. ചില വലിയ ആൾക്കാരെ കൊണ്ട് ഓൾറെഡി പ്രാർത്ഥിപ്പിച്ച് കഴിയുകയും ചെയ്തു. ചില അറിയപ്പെടുന്ന ദൈവദാസന്മാരെ കൊണ്ട് അവർ പ്രാർത്ഥിപ്പിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ സ്തോത്രം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഉടനെ കൈ പൊങ്ങി. പിറ്റേ ദിവസം സാക്ഷി എനിക്ക് എഴുതി അയച്ചു. ഞാൻ പറഞ്ഞ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോഴും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ആ വിശ്വാസത്തിലാണ്. നേരെ മറിച്ച് അത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടി റിലീസാകും. നിങ്ങൾക്കൊരാൾ ഒരു ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് നിങ്ങളുടെ കൈ വന്നു കഴിഞ്ഞിട്ടും പിന്നെ നിങ്ങൾ തരണമെന്ന് ആ വ്യക്തിയോട് പറയുമോ? നിങ്ങൾ പറയത്തില്ല. അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അതേ ഇൻസ്റ്റൻറ്റിൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി മറുപടി പുറപ്പെടും. സ്പിരിച്വൽ റലത്തിൽ അത് പുറപ്പെടും. ഞാനൊരു വചനം വായിക്കാം, ജസ്റ്റ് അതിനു വേണ്ടി ഞാൻ അത് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിലോട്ട് പോകാം. ദാനിയേൽ 9:23. ദാനിയേൽ 9:23. നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു.
അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. നോക്കിയേ, ദാനിയേലിന് ചില കാര്യങ്ങളെക്കുറിച്ച് അറിയണം. ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ദൈവസന്നിധി ദാനിയേൽ പ്രാർത്ഥിച്ച സമയത്ത് ഒരു ദൂതനെ റിലീസ് ചെയ്തു. നമുക്ക് ആ കാര്യം അറിയാം. പക്ഷെ ഇവിടെ ആ ദൂതൻ ചെന്ന് ദാനിയേലിനോട് പറയുവാണ്, നീ ഏറ്റവും പ്രിയനാകയാൽ, പഴയ നിയമ സമയത്തെ പഴയ നിയമ വിശുദ്ധനായ ദാനിയേലിനോട് പറയുവാണ്, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. അതായത് പ്രാർത്ഥിച്ചു, ആ സമയത്ത് തന്നെ ആൻസർ റിലീസായി. എന്നിട്ടൊരു ദൂതം വന്ന് നിൽക്കുക പറയാൻ വേണ്ടി. ഈ അടുത്തൊരു വാക്യം, ഇത് 9-ാം അധ്യായത്തിൽ, ഇനി 10-ാം അധ്യായത്തിൽ 12-ാം വാക്യം, ദാനിയേൽ 10:12. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. അടുത്ത വാക്യം വാക്യോ, 13-ാമത്തെ വാക്യം. രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. നോക്കിയേ, 2 സംഭവം പറയാം. ആദ്യത്തെ സംഭവത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു, ഉടനെ മറുപടി വന്നു, ദൂതം വന്നു. രണ്ടാമത്തെ ഇൻസ്റ്റന്റ് പറയുകയാണ്, രണ്ടാമത്തെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോഴും, അതിൻ്റെ പുറത്തെ വാക്കി നിന്നിട്ട് അതിൻ്റെ 12 നിന്നിട്ട് അവൻ എന്നോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. 2 സമയത്തും ദൈവത്തിൻ്റെ റെസ്പോൺസ് ഒരുപോലെയാണ്. പക്ഷെ രണ്ടാമത്തെ സമയത്ത് 21 ദിവസം ഡിലേ വന്നു. 21 ദിവസം ഡിലേ വരാൻ വേണ്ടി കാര്യം നമുക്കറിയാം. പാർശ്വ രാജ്യത്ത് ഒരു ഡെമോണിക് ഫോഴ്സ് ആ മറുപടിയെ തടയാൻ വേണ്ടി നോക്കുക. അപ്പം നമ്മൾ ചില ആൾക്കാർ പറയും, നമ്മൾ 21 ദിവസം ഉപവസിച്ചു, പക്ഷെ മറുപടി ഇപ്പോഴും കിട്ടില്ല. എന്തോ ഒരു ഡെമോണിക് ഫോഴ്സ് നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നു. പക്ഷെ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇവിടെ ദാനിയേൽ, പഴയ നിയമത്തിലെ ദാനിയേലിനെ കുറിച്ച് പറയും, നീ ഏറ്റവും പ്രിയനാകയാൽ. പുതിയ നിയമത്തിൽ നമ്മുടെ പദവി എൻറ്റയർലി ഡിഫറെൻ്റാണ്. പഴയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത്? ഈ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാളും വലിയ ആളാണ്. അതാണ് നമ്മുടെ റാങ്കിങ്. യേശു സകല ഡെമോണിക് റലത്തെയും സകല അന്ധകാര ശക്തി ഓൾറെഡി തകർത്ത് വെച്ചിരിക്കുക. അവരുടെ കയ്യിൽ ആയുധമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയെ തടയാൻ അവർക്ക് പറ്റത്തില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ, ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സെക്കൻഡിൽ നിങ്ങൾക്ക് വേണ്ടി മറുപടി റിലീസായി കഴിഞ്ഞു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ വചനപ്രകാരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, ആ സമയത്ത് മറുപടി റിലീസായി കഴിഞ്ഞു. സ്പിരിച്വൽ തലത്തിൽ എന്തെങ്കിലും റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടി നന്ദി പറയാൻ വേണ്ടി തുടങ്ങണം. നിങ്ങൾ അതിനു വേണ്ടി സ്തോത്രം ചെയ്യാൻ വേണ്ടി തുടങ്ങുക. സ്തോത്രം ചെയ്യുന്ന സമയത്ത് എന്താണോ സ്പിരിച്വൽ തലത്തിൽ റിലീസായത് അത് നിങ്ങളുടെ മുമ്പിൽ റിയലായിട്ട് വെളിപ്പെടും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനത് പറഞ്ഞോണ്ട് എനിക്കറിയില്ല. എനിക്ക് ഈ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിനോടൊന്നും വലിയ താല്പര്യമില്ല, ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ്. അപ്പം ഞാൻ ആഗ്രഹിച്ചു ഒരു ദിവസം എനിക്ക് ഈ വചനമൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ, എനിക്ക് നോട്ട്സൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഐപാഡ് വേണമെന്ന് തോന്നി. ഞാനത് ആഗ്രഹിച്ചു കഴിഞ്ഞ് അതിൻ്റെ വഴി ഓപ്പണായി. ആഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ വഴി ഓപ്പണായി. അതുവരെ ആഗ്രഹിച്ചില്ല. ഇപ്പോഴും ഞാൻ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുവാണെങ്കിൽ അത് വരും, ഉറപ്പായിട്ട് വന്നിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ആഗ്രഹിക്കുന്ന ആ സമയത്ത് അത് റിലീസാകും. പിന്നെ ചെയ്യേണ്ടത് സ്തോത്രം പറയണം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളുടെ കയ്യിൽ അത് വരുന്നവരെ. നിങ്ങളുടെ കയ്യിൽ അത് വരുന്നവരെ. ഞാൻ അതിലോട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. ഒരു വാക്യം. യേശു ഓക്കെ, എബ്രായർ 5:7. എബ്രായർ 5:7. ക്രിസ്തു തൻ്റെ അഹീക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും
ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു ഗെത്സമനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശു ഗെത്സമനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കി തരണം, പക്ഷേ എൻ്റെ ഹിതമല്ല, പിതാവിൻ്റെ ഹിതം തന്നെ നിറവേറണം. ഇപ്പം യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുകയാണെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ, നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഏത് സ്പിരിച്വൽ പ്രിൻസിപ്പിളിൻ്റെയും ഏറ്റവും നല്ല ഉദാഹരണം യേശുവാണ്. യേശുവിൻ്റെ ജീവിതത്തിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു ഉത്തരം കാണാം. അപ്പോൾ യേശു ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ യേശുവിന് ഉത്തരം ലഭിച്ചു. നമുക്കറിയാം, യേശുവിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു ദൂതനെ ദൈവം അയച്ചു. രണ്ടാമത്തെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയാം, നമ്മൾ പ്രാർത്ഥനയിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഞാൻ ഇതും കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യും. രണ്ടാമത്തെ ഇതെന്ന് പറയുകയാണെങ്കിൽ, യേശു ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി പോവുക. ആ വാക്യം കൊണ്ട് വായിക്കാമോ? യോഹന്നാൻ 11:33. യോഹന്നാൻ 11:33, 38 വാക്യം. യോഹന്നാൻ 11:33, 38. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. നോക്കിയേ, therefore when Jesus saw her weeping and the Jews who came with her weeping, he groaned in the spirit and was troubled. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഉള്ളം നൊന്ത് കലങ്ങി, പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് he groaned in the spirit, ആത്മാവിൽ ഞരങ്ങി. ഞാൻ ഒരു വാക്യം കൂടെ പറയാം, ഒറ്റ ഒരു വാക്യം കൂടെ. യോഹന്നാൻ 11:38. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ എത്തി. അത് ഒരു ഗുഹ ആയിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. അതിന് താഴോട്ടും കൂടെ, കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. മതി. യേശു പിന്നെയും ഉള്ളം നൊന്ത് കലങ്ങി. അവൻ്റെ ഇംഗ്ലീഷ് എഴുതിക്കുന്നത്, ജീസസ് therefore again groaning in himself come to the grave. ഈ രണ്ട് സ്ഥലത്തും നമ്മൾ നോക്കുവാണെങ്കിൽ യേശു ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്, പക്ഷെ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നില്ല. പക്ഷെ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുവാണ്, യേശു ആത്മാവിൽ ഞരങ്ങി, ഗ്രോൺഡ് ഇൻ ദ സ്പിരിറ്റ്. അതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ വചനം പറയുവാണേ, നമ്മൾ ബലഹീനരാണ്, നമുക്ക് വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താ പറയുന്നത്? ഉച്ചരിക്കാനാകാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവിടെ നോക്കുവാണെങ്കിൽ എഴുതിക്കുന്ന ഗ്രോനിങ് എന്ന. അപ്പോൾ യേശു ചെയ്ത കാര്യം, യേശുവിനറിയാം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, മരിച്ചയാൾ പുറത്തു വരും. അപ്പം പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല, അവർ വിചാരിക്കുന്ന യേശു കരയുക. നിങ്ങൾ ഓർത്തോണം, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഉള്ളിൽ വിഷമം കാണും, പക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആത്മാവ് ഉള്ളിൽ ഗ്രോനിങ്, ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഞരങ്ങും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ വാഗൊണ്ടും നിങ്ങളുടെ മലയാളത്തിലോ, ഞാൻ പറഞ്ഞ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. യേശു ആ ആത്മാവിൽ ഞരങ്ങി ആ ലാസറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് വെളിപ്പെടുന്നെന്ന് പറയുകയാണെങ്കിൽ കല്ലറയുടെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ താഴോട്ട് വായിക്കുന്ന സമയത്ത് 41-42 വാക്യമോ 41-42. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന്. മതി. നോക്കി, ഫസ്റ്റ് പറഞ്ഞു, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എപ്പോൾ അപേക്ഷിച്ചു? യേശു ആത്മാവിൽ ഞരങ്ങി, അതൊരു പ്രാർത്ഥനയാണ്. പിതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുവാണേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ. പിന്നെയും പ്രാർത്ഥിച്ചോ? അവിടെ ചെന്നിട്ട് ലാസറിനെ ഉയർപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല. നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആ ലാസ്റ്റ് നമ്മൾ പാടിയ പാട്ട് ഏതായിരുന്നു? ലാസ്റ്റിൽ അതിൻ്റെ വരി എന്തായിരുന്നു? സ്തോത്രം ചെയ്യണം, അല്ലേ? അങ്ങനെ സ്തുതി. അതായത് അവിടെ പറഞ്ഞ കാര്യം എങ്ങനെയാ വേണമെന്ന് പറഞ്ഞേ? സ്തുതി എത്ര ചൊന്നാലും
മതിയാവില്ല. ഇതാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. സ്തുതിക്കണം. യേശു വീണ്ടും പ്രാർത്ഥിച്ചില്ല. എന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ അവിടെ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇതാണ് റെവലേഷൻ. യേശു ചെയ്തത് എങ്ങനെയാണ്? അപേക്ഷ കേട്ടത്. നിങ്ങൾ പറഞ്ഞ എല്ലാ പ്രാർത്ഥനയും ദൈവം ഓൾറെഡി കേട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ കാണുന്നത് മരിച്ച വിഷയം എഴുന്നേറ്റ് വരുന്ന, അതിന് തൊട്ട് എൻ്റെ താഴെ, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ദാനിയേൽ പ്രാർത്ഥിച്ച 2 സമയത്തും ആ സമയത്ത് മറുപടി റിലീസായി. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ സമയത്തും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. യേശുവിൻ്റെ റെവലേഷൻ അതാ, എൻ്റെ വാക്ക് എപ്പോഴും കേൾക്കുന്നെന്ന് എനിക്കറിയാം. പിതാവ് ഞാനും ഒന്നാണ്, നിങ്ങളും യേശുവും ഒന്നാണ്. വേറൊരു ഭാഗത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ മനസ്സുള്ളവരാ. നമുക്ക് വേണമെങ്കിൽ തിയററ്റിക്കലി പറയാം, പക്ഷെ റിയാലിറ്റിയിൽ എൻ്റെ മനസ്സ് യേശുവിൻ്റെ മനസ്സാണ്. എനിക്ക് പലപ്പോഴും നമ്മൾ പ്രോഫറ്റിക്കലി മൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ വിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് ബുദ്ധി കൊണ്ടറിയാം. പക്ഷെ ഞാൻ അവരോട് പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വരുന്ന ഫീലിംഗ്, വികാരം ദൈവത്തിൻ്റെയാണ്. മേ ബി എനിക്ക് ചിലപ്പം ആ മനുഷ്യൻ്റെ ആ ഒരു തിയററ്റിക്കലി പറഞ്ഞതാണ്, മേ ബി ആ മനുഷ്യനെ കുറിച്ച് എനിക്ക് ചിലപ്പം ബുദ്ധിപരമായിട്ട് ഇഷ്ടം കാണത്തില്ല, ചുമ്മാ അങ്ങ് പറയുക. പക്ഷെ ഞാൻ പറയുന്ന സ്നേഹത്തിലാണ്. കാരണം എൻ്റെ മനസ്സല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, യേശു ക്രിസ്തുവിൻ്റെ മനസ്സിലാണ്. ഞാനും പിതാവും ഒന്നാണ്. എൻ്റെ അപേക്ഷ എപ്പോഴും, ചിലപ്പോഴല്ല എപ്പോഴും കേൾക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ആ വാക്ക് ഇട്ടിട്ടുണ്ടോ? താഴെ നിന്നിട്ടേ, എൻ്റെ മുകളിലത്തെ വാക്യം, എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. 42 നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്ന കാര്യം, അത് നിങ്ങൾ വേണമെങ്കിൽ എടുക്കേണ്ട എൻ്റെ റെവലേഷനാണ്. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, യേശു പ്രാർത്ഥിച്ച ആ സമയത്ത് തന്നെ ലാസറിന് ജീവൻ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കല്ലറയ്ക്കകത്ത് ലാസറിന് ഓൾറെഡി ജീവൻ വന്നു, പറഞ്ഞപ്പോൾ ഇറങ്ങി വന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഓൾറെഡി ജീവൻ വന്നു കിടക്കുക. അത് റിലീസാകണമെങ്കിൽ നിങ്ങൾ സ്തോത്രം ചെയ്യണം. നിങ്ങൾ റിലീസാകും. ഞാൻ പറഞ്ഞ മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി റിലീസാകും. ഇത് വളരെ സിമ്പിളാണ്. ഞാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ട്രൈ ചെയ്യാം. ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് കഷ്ടപ്പെട്ടിട്ട്. ഇതിനകത്ത് കഷ്ടപ്പാടില്ല, ഇത് കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ വിശ്വസിക്കുമ്പോൾ, ഞാൻ സ്തോത്രം പറയുമ്പോൾ എനിക്ക് വേണ്ടി റിലീസാകും. ഇന്ന് 1ലധികം പേരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. 1ലധികം പേരോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റഥനമോ ഷഹറതിരിഖോ റഥിമാസിഖോ റഹതനമോ റോഥോ ലഹറതിരിഖോ ഷഹറതിരിഖോ റഹന്തന ഹോറിയാതിയോ ലോഹോറിയാതിരിയോ ലഹോറിയാതിരിധി ഹോറിയാതിയോ ലഹദിരിയോഷ് ലഹറിയോറിയാ. Holy, holy are you, Lord God Almighty. Holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb. You are holy, holy are you, Lord God Almighty. Holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb. You are holy, holy
Holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb. You are holy, holy are you, Lord God Almighty. Holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb. You are holy, 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 holy. Gloria a Dios, gloria a Dios, gloria a Dios, Rahasi Mario, la gloria a Tiara Dimo, gloria a Dios, Rahimara Dios, gloria a Tiara Tomasio, la gloria Shaharadimo. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഓൾറെഡി അങ്ങയുടെ മറുപടി വെളിപ്പെട്ട കൃപയ്ക്കായിട്ട് നന്ദി. മറുപടി വെളിപ്പെട്ട കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ പുറത്തു വന്നതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു വരുത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അതിനെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യുന്നു. ഇതിപ്പോൾ അത് സംഭവിച്ച കൃപയ്ക്കായിട്ട് നന്ദി. അതത് വെളിപ്പെട്ട കൃപയ്ക്കായിട്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞാൻ ദൈവഹിതപ്രകാരമല്ലാത്ത സകല സ്പിരിറ്റിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അത് വ്യക്തികളിൽ നിന്ന് വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ I break every evil covenant in the mighty name of Jesus. In the mighty name of Jesus. കർത്താവേ, അതങ്ങ് ചെയ്ത